നമസ്കാരം ആർപി. മധ്യേഷ്യയിലെ സംഘർഷം വീണ്ടും നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനിലെ സംഘർഷം പ്രതിഷേധക്കാർക്കെതിരെ നിരന്തരം ഇറാനിയൻ ഭരണകൂടം നിറയൊഴിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്ക ഇടപെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്തുണ ഇസ്രായേൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തു തോന്നുന്നു ആർപി? തീർച്ചയായിട്ടും ഇതൊരു ഇറാൻ ഭരണകൂടം നേരിടുന്ന ഏറ്റവും സങ്കീർണമായ പ്രശ്നമാണ് എന്ന് പറയാം. 1979 ഇസ്ലാമിക റവല്യൂഷൻ എന്നവർ വിളിക്കുന്ന ഭരണമാറ്റത്തിന് ശേഷം അവർ നേരിടുന്ന ഏറ്റവും സങ്കീർണമായ ഏറ്റവും ശക്തമായ പ്രതിഷേധമാണ്. ഈ വർഷങ്ങളിലൊന്നും ഇറാനി പ്രതിഷേധം നടക്കാതൊന്നും ഇരുന്നിട്ടില്ല. ഇറാനിൽ എപ്പോഴും പ്രതിഷേധം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2009 2019 പ്രക്ഷോഭം നടന്നിട്ടുണ്ട്. 2022-23 സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി ഹിജാബ് പ്രക്ഷോഭം നടന്നു. പക്ഷേ ഈ പ്രക്ഷോഭങ്ങളെല്ലാം നടക്കുമ്പോൾ ഇതിനെ ശക്തമായി അടിച്ചമർത്താൻ ഈ മതഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട്, ഇസ്ലാമിക മതഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും അയത്തുള്ള അലി ഖൊമേനി പറയുന്നത് ഇസ്ലാമിക റിപ്പബ്ലിക് ആയ ഇറാൻ ഈ പ്രക്ഷോഭവും അടിച്ചമർത്തുമെന്നാണ്. പക്ഷേ അത് പറച്ചിലേ ഉള്ളൂ. അവിടെയാണ് വ്യത്യാസം. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്തരികമായി വളരെ ക്ഷീണിതമായ അവസ്ഥയിലാണ് ഈ പറയുന്ന ഭരണകൂടം. നേരത്തെ ഉള്ളതുപോലല്ല. എക്സ്റ്റേണൽ പ്രഷറുണ്ട്, ഇൻറ്റേർണൽ പ്രഷറുണ്ട്. പിടിച്ചു നിൽക്കാൻ അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാടുപെടുകയാണ്. എൻ്റെ ഒരു അസസ്മെൻറ്റ് ഞാൻ പറയാം, ഇവരുടെ മുമ്പിൽ ഒരു 3 വഴിയുണ്ട്. ഒന്ന്, ഈ യുറേനിയം സമ്പുഷ്ടീകരണം, അതുമായി ബന്ധപ്പെട്ട അമേരിക്കൻ നിലപാടുണ്ടല്ലോ, അമേരിക്കയുടെ ആവശ്യങ്ങൾ, അതിൻ്റെ മുമ്പിൽ സമ്പൂർണ്ണമായിട്ട് കീഴടങ്ങുക എന്നുള്ളതാണ്. എനിക്കിപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല ഇറാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ ആയുധം ഉണ്ടെന്ന്. ആയുധം പദ്ധതിയിലേക്ക് അവർ പോയി എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇറാഖിൻ്റെ കാര്യം ഓർമ്മയുണ്ടോ? അപ്പോൾ അതുപോലെ പക്ഷേ ഇവർ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ആയുധത്തിലേക്ക് മാറിയിട്ടുണ്ടാവില്ല, പക്ഷേ മറ്റു കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിർത്തിവെച്ച് പൂർണ്ണമായിട്ട് അമേരിക്കയുടെ സുല്ല് പറയുക, അമേരിക്കയുടെ മുമ്പിൽ അടിയറവ് പറയുക. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. കാരണം ന്യൂക്ലിയർ ഡെറ്ററൻസ് ആണല്ലോ അമേരിക്ക ഭയപ്പെടുന്ന ഒരു കാര്യം അതാണ്. അത് പല രാജ്യങ്ങളോടെ അമേരിക്ക മിതമായിട്ട് പെരുമാറുന്നത്, അല്ലെങ്കിൽ മയപ്പെട്ട് പെരുമാറുന്നത്, ഫിസിക്കലായിട്ടുള്ള പ്രത്യക്ഷമായ ആക്രമണങ്ങളിലേക്ക് പോകാത്തതിൻ്റെയൊക്കെ കാരണം ന്യൂക്ലിയർ ആയുധം. നോർത്ത് കൊറിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആണവശേഷി ഒരു പ്രധാന വിഷയമാണ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ വേണമെങ്കിൽ പോകാം. ഇനി അതും നടന്നില്ലെങ്കിൽ മൂന്നാമത്തെ ഏക ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്ത് നിന്ന് ഖൊമേനിക്കും ഭരണകൂടത്തിലെ നേതാക്കന്മാർക്കും ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതിനപ്പുറം വേറെ ഒന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ആദ്യത്തെ 2 ഓപ്ഷനും വളരെ വൈകിക്കഴിഞ്ഞു. മൂന്നാമത്തെ ഓപ്ഷൻ തന്നെ ആയിരിക്കും. ഈ ഭരണകൂടം താഴെ പോകും, അയത്തുള്ള അലി ഖൊമേനി ഇറാനിൽ നിന്ന് പോകും, അല്ലെങ്കിൽ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. രക്ഷപ്പെടാൻ ഇപ്പോൾ രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തുന്നു എന്നാണ് അറിയുന്നത്. എനിക്ക് അതിനകത്ത് ഒരു സംശയം. എല്ലാവരും അത് മാധ്യമങ്ങളിലൊക്കെ ഒരു റിപ്പോർട്ട് കണ്ടു, റഷ്യയിലേക്ക് ഇയാൾ പോകുമെന്നൊക്കെ. പക്ഷേ റഷ്യയും ചൈനയാണല്ലോ ഏറ്റവും കൂടുതൽ ഇറാനിയൻ ഓയിൽ മേടിക്കുന്നത്. പക്ഷേ വളരെ പാസീവായിട്ടാണ് അവർ നിൽക്കുന്നത്. ഒരു തരത്തിലും ചൈന ഹെൽപ്പ് ചെയ്തിട്ടില്ല. ചൈന ഏറ്റവും വലിയ വ്യാപാര ബന്ധമുള്ളതാണ് ഈ എണ്ണ വ്യാപാരത്തിൽ, ഏറ്റവും വലിയ ക്ലയൻ്റാണ്. പക്ഷേ ചൈന പ്രത്യക്ഷമായിട്ട് ആയുധങ്ങൾ കൊടുക്കുകയോ ഏതെങ്കിലും തരത്തിൽ ഈ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് സംശയിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. കാരണം വെനസ്വേലയിൽ പ്രശ്നം വന്നപ്പോഴും ചൈന ഇടപെട്ടില്ല. ചൈന യാതൊന്നും വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഇനി ചൈനയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വലിയ ബുദ്ധിമുട്ടാണോ എന്ന് പറയാൻ പറ്റില്ല. CIA അങ്ങനെയുള്ള ചില റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ട്. ഇതിലെ ഏറ്റവും ആക്റ്റീവായിട്ട് കളിക്കുന്ന ഒരു ഘടകം ഇസ്രായേലാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇസ്രായേലിനെ കുറിച്ച് കുറച്ചുകൂടി എന്നെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അവസ്ഥ എന്താണ്? ഇസ്രായേൽ ഇപ്പോൾ കഴിഞ്ഞ ജൂണിൽ നമുക്ക് അറിയാമല്ലോ, ഇസ്രായേലിൻ്റെ യുദ്ധ പ്രഖ്യാപനം നടത്തിയില്ല എന്നേ ഉള്ളൂ. ഇസ്രായേൽ കഴിഞ്ഞ ജൂണിലുള്ള ആക്രമണത്തിൽ ഏകദേശം 1000-ഓളം പേര് അവർ കൊലപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇറാൻ്റെ ആണവശാസ്ത്രജ്ഞരടക്കം അവരുടെയൊക്കെ വീടുകളെല്ലാം നിലംപരിശായി. ആയത്തുള്ള അൽ ഖൊമേനി തന്നെ ഒരു ബങ്കറിലേക്ക് ഓടി ഒളിക്കുകയാണ് ചെയ്തത്. ഇതുവരെ അങ്ങോട്ട് രക്ഷപ്പെട്ടിട്ടില്ല. ആ സമയത്താണ് രാജ്യത്തിനകത്ത് ഈ ആഭ്യന്തര പ്രശ്നം പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ ഇസ്രായേലും അമേരിക്കയാണ് ഇതിന്റെ പിന്നിലെന്ന് അവർ നിരന്തരം പറയുന്നതിൻ്റെ ഒരു വിഷയം അതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ റസ പഹ്ലവിയുടെയൊക്കെ
സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ റസ പല്ലവിയെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നേരിട്ട് കാണുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ കാണുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ട്രംപ്. പക്ഷേ അതിൻ്റെ അർത്ഥം അമേരിക്കയ്ക്ക് റസ പല്ലവിക്ക് അമേരിക്കയുടെ പിന്തുണ ഇല്ല എന്നല്ല. ഒരു ഘട്ടം വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് റസ പല്ലവിയെ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കാനും അയാളെ നിലനിർത്താനും അയാളെ രാജ്യത്ത് തിരിച്ചു കൊണ്ടുവരാനും അമേരിക്ക തന്നെ മുൻകൈ എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതൊരു രാജഭരണത്തിലേക്കായിരിക്കും ഇപ്പോഴത്തെ ഈ സമരത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു വലിയ ജനകീയ പ്രക്ഷോഭം ഇത് തുടങ്ങിയത് ടെഹ്റാനിലെ ഇത് വ്യാപാരവുമായി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സമരമാണ്. അല്ല ഇതിന് വേറെ ഒരു പൊളിറ്റിക്കൽ ഇതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണോ? ഇതിന് പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്സ് ഇല്ല. കാരണം ഇത് തുടങ്ങി വെച്ചത് ടെഹ്റാനിലെ വ്യാപാരികളാണ് കഴിഞ്ഞ ഡിസംബറിൽ. അവിടെ നിന്നാണ് ഇതൊരു പക്ഷേ ഈ വൻ ജനകീയ പ്രക്ഷോഭം ആവുന്നത് ജനങ്ങൾക്കുള്ളിൽ ഈ ഭരണകൂടത്തോട് അത്രമാത്രം എതിർപ്പുള്ളത് കൊണ്ടാണ്. ഈ മതഭരണകൂടത്തോട് ഇത്രയും എതിർപ്പുണ്ട്. വലിയ തോതിൽ അടിച്ചമർത്തലാണ്. ഇപ്പം തന്നെ 250ഓളം പേര് മരിച്ചു എന്നാണ്. 217 എന്നൊക്കെ പറയുന്നെങ്കിലും അതിനൊക്കെ അപ്പുറം ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 10,000-ഓളം ആൾക്കാർ തടവിലാണ്. 71 പ്രോവിൻസുകളാണ് ഇറാനുള്ളത്. വലിയ രാജ്യമാണ്. ആ 71 പ്രോവിൻസുകളിൽ 350ഓളം സ്ഥലങ്ങളിൽ പ്രക്ഷോഭം നടക്കുകയാണ്. അതും ആയിരക്കണക്കിനോ ഒന്നുമല്ല ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് തെരുവിൽ. അപ്പോൾ ഇത് ഒരു ഭരണകൂടത്തിന് നേരിടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ സാമ്പത്തികമാണെന്ന് നമ്മളിപ്പോൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇതിനപ്പുറത്തേക്കുള്ളൊരു മാനം ഇറാനിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 1979 മുന്നേയൊക്കെ തന്നെ ഇറാൻ ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ ജീവിച്ചിരുന്ന ഒരു രാജ്യമായിട്ടാണ് അറിയപ്പെടുന്നത്. അത്തരത്തിലൊരു രാജ്യത്തിൽ വളരെ ഇവർ പിടിച്ചു കിട്ടി. ഇതിൽ ഒരു റിപ്പോർട്ടാണ്, എനിക്ക് കറക്റ്റായിട്ട് അത് വാലിഡേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഇറാനിൽ തന്നെ നിരവധി ആൾക്കാർ ഇസ്ലാം ഉപേക്ഷിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ചിലരൊക്കെ സൊറാസ്ട്രിയൻ മതത്തിലേക്ക് പോവുമല്ല തിരിച്ചു പോകുന്നു എന്ന് പറയേണ്ടി വരും. സൊറാസ്ട്രിയൻ മതത്തിലേക്ക് പോകുന്നു, ചിലർ ക്രിസ്ത്യൻസ് ആവുന്നു എന്ന് പറയുന്നു. 40 ലക്ഷത്തോളം ആൾക്കാർ അവിടെ ഇസ്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. അപ്പോൾ ഇത് ആ മതഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലിനെതിരെ, സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനെതിരെ എന്തുകൊണ്ടാണ് ഇത് മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഉണ്ടാകാത്തത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ്റെ ഈ ഒരു പശ്ചാത്തലമാണ്. അതായത് ഒരു കാലത്ത് 70s, അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല, 70s പറയുന്ന ഒരു കാര്യം, ലോകത്ത് പാരീസിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഫാഷൻ ഇറങ്ങുന്നത്. ആ ഫാഷൻ പാരീസിൽ ഇറങ്ങിയാൽ അടുത്ത ആഴ്ച അത് ഇറങ്ങുന്നത് ടെഹ്റാനിലാണ്. മനസ്സിലായില്ലേ? അതായത് പാരീസിനെ പോലെ തന്നെ കിഴക്കൻ ഭാഗത്തെ ഒരു ഫാഷൻ ക്യാപിറ്റലായിരുന്നു ടെഹ്റാൻ. അഫ്ഗാനിസ്ഥാനിലെ കാബൂളും അതുപോലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം, അങ്ങനെ ഒരു പശ്ചാത്തലം അവർക്കുണ്ട്, അവിടുത്തെ ജനതയ്ക്കുണ്ട്. വളരെ സ്വതന്ത്രമായി ചിന്തിക്കുകയും സ്വതന്ത്രമായി അവരെയാണ് കഴിഞ്ഞ 49 വർഷമായിട്ട് ഈ മതഭരണകൂടം ഇങ്ങനെ അടിച്ചമർത്തി പിടിച്ചു വച്ചിരിക്കുന്നത്. അതിന് ഫലം ഉണ്ടാവും തീർച്ചയായിട്ടും. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇന്ന് RP തോട്ട്സിലും അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇവിടുത്തെ അവിടെ വിദ്യാർത്ഥികളും യുവജനങ്ങളുമായിരുന്നു തെരുവിൽ, സ്ത്രീകളാണ് തെരുവിൽ. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ലെഫ്റ്റ് ലിബറൽ ജിഹാദി അച്ചുതണ്ടാണല്ലോ ഇവിടുത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെയൊക്കെ ആൾക്കാർ, ഇവരെന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഒരക്ഷരം പറയാത്തത്? എന്തുകൊണ്ടാണ് അവർ പ്രതിഷേധിക്കുക? അത് ചില ഭാഗങ്ങളിലേക്ക് അവരുടെ കാഴ്ച. അതായത് ഒരു മതഭരണകൂടം, ഇസ്ലാമിക മതഭരണകൂടത്തിനെതിരെ സമരം നടത്തുന്നത് കൊണ്ട് ഇവിടുത്തെ ജിഹാദി ലെഫ്റ്റ് ലിബറൽ കൂട്ടുകെട്ടിന് അതിൽ പ്രതിഷേധമില്ല. ഇപ്പോൾ ഇറാനിൽ എന്ത് നടന്നാലും നമ്മൾ ഇവിടെ ഇതും കൂടെ ഒന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ല, എപ്പോഴും അങ്ങനെയാണല്ലോ. ഇതിപ്പോൾ ഹമാസിൻ്റെ വിഷയമാണെങ്കിൽ തന്നെ ഇപ്പോൾ ഏകദേശം 90കൾ വരെ ഇസ്രായേൽ എല്ലാ യുദ്ധത്തിലും ഇന്ത്യക്ക് പിന്തുണ കൊടുത്തിട്ട് പോലും ഇസ്രായേലിന് പിന്തുണ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് 90കളിലാണ് ഇന്ത്യ, അതുവരയ്ക്കും ഈ ഇസ്രായേലിന് പൂർണ്ണമായിട്ട് എതിരാണ്. അപ്പം ആ ഒരു രീതിയിൽ എപ്പോഴും ഇത്തരത്തിലുള്ളൊരു ഇസ്ലാമിക ലോകത്തിനെ ആശ്രയിച്ചുകൊണ്ട് ഒരു അച്ചുതണ്ടായിട്ടാണ്, ആ ഒരു അച്ചുതണ്ടിനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ ഇവർ ഇരിക്കുന്നുള്ളതാണ്. ആ ഭാഗത്തേക്ക് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ചിലപ്പോൾ വെനസ്വേലയിലേക്കും കൂടെ ശ്രദ്ധിച്ചെന്നിരിക്കാം, പക്ഷേ തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശിലേക്ക് അവർ നോക്കുന്നില്ല. അവർക്ക് കൃത്യമായിട്ട് ചില അജണ്ടകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ സംസാരിക്കും,
അമേരിക്ക സാമ്രാജ്യത്വം ഇതാണ്. പക്ഷേ ചൈനയ്ക്കെതിരെ സംസാരിക്കില്ല. ചൈനയിൽ അടിച്ചമർത്തൽ നടക്കുന്നില്ല, ചൈനയിലുണ്ട്. നോർത്ത് കൊറിയയ്ക്കെതിരെ സംസാരിക്കില്ല, ഒരിക്കലും സംസാരിക്കില്ല. അതുപോലെ തന്നെ ഇറാനിലെ മതഭരണകൂടം എന്ന് പറഞ്ഞാൽ വെറും ഒരു മതഭരണകൂടമല്ല, അവർ വളരെ ശക്തമായി ജനങ്ങളെ അടിച്ചമർത്തുന്ന ഒരു ഭരണകൂടമാണ്. അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഓഫ്ലൈനാണ്. ഇറാൻ പോലെ ഒരു വലിയ രാജ്യത്ത് മുഴുവൻ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിരിക്കുകയാണ്, നിരോധിച്ചിരിക്കുകയാണ്. ആർക്കും ഒരു മിണ്ടാട്ടവും ഇല്ല. അപ്പോൾ ഇവരുടെ ഈ ഇരട്ടത്താപ്പം കൂടെ ചൂണ്ടിക്കാണിക്കാൻ ഇറാൻ ഒരു കാരണം കൂടെ ആയിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. തീർച്ചയായും. അപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാനിൻ്റെ ചരിത്രം മാറുമെന്നാണ് നമ്മൾ കരുതേണ്ടത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം.